ഒരിക്കൽ നാരദ മഹർഷി കയ്യിലുള്ള വീണ മീട്ടി ഭഗവത് നാമവും പാടി വൈകുണ്ഠത്തിലേക്ക് പോകുകയായിരുന്നു. കാട്ടുപാറയിലൂടെയുള്ള യാത്രക്കിടയിൽ ഒരു വലിയ മരച്ചുവട്ടിൽ തപസ്സു ചെയ്യുന്ന പ്രായമായ ഒരു സന്യാസിയെ അദ്ദേഹം കണ്ടു. 3 ജന്മങ്ങളായി കഠിന തപസ്സിലായിരുന്ന ആ വൃദ്ധൻ നാരദനെ കണ്ടതും ഓടിച്ചെന്നു ചോദിച്ചു, "അല്ലയോ മഹർഷി, അങ്ങ് ഭഗവാനെ കാണാൻ പോകുകയാണല്ലോ. എനിക്കിനി എത്ര കാലം ഇങ്ങനെ കാത്തിരിക്കണം? എപ്പോഴാണ് മോക്ഷം ലഭിക്കുക എന്ന് ഭഗവാനോടൊന്ന് ചോദിക്കാമോ?" നാരദൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കാമെന്നേറ്റു. അല്പം മുന്നോട്ടു പോയപ്പോൾ മറ്റൊരു മരച്ചുവട്ടിൽ ഭക്തിയോടെ പാട്ടുപാടി നൃത്തം ചെയ്യുന്ന ഒരു യുവാവിനെ നാരദൻ കണ്ടു. ഏകദേശം 30 വയസ്സു മാത്രം പ്രായമുള്ള ആ ചെറുപ്പക്കാരൻ ചുറ്റുമുള്ളതൊന്നും അറിയാതെ ആനന്ദത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. നാരദൻ തമാശയായി അയാളോട് ചോദിച്ചു, "ഹേ യുവാവേ, നിന്റെ അയൽക്കാരനായ ആ വൃദ്ധൻ ഭഗവാനോടൊരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിനക്കും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ?" എന്നാൽ ആ യുവാവ് ഒന്നും മറുപടി പറയാതെ തന്റെ നൃത്തം തുടർന്നുകൊണ്ടേയിരുന്നു. കുറച്ചു ദിവസങ്ങൾക്കുശേഷം വൈകുണ്ഠത്തിൽ നിന്നും മടങ്ങിവന്ന നാരദൻ ആദ്യം ആ വൃദ്ധനായ സന്യാസിയുടെ അടുത്തെത്തി പറഞ്ഞു, "ഞാൻ ഭഗവാനോട് ചോദിച്ചിരുന്നു. ഇനിയും 3 ജന്മങ്ങൾ കൂടി അങ്ങു ജനിക്കേണ്ടിവരും എന്നാണ് ഭഗവാൻ പറഞ്ഞത്." ഇത് കേട്ടതും വൃദ്ധൻ കോപം കൊണ്ട് വിറച്ചു. അയാൾ തന്റെ കയ്യിലിരുന്ന ജപമാലയും പുണ്യഗ്രന്ഥങ്ങളും നിലത്തടിച്ചുടച്ചുകൊണ്ട് ആക്രോശിച്ചു, "ഇത് തികച്ചും അനീതിയാണ്. 3 ജന്മങ്ങൾ കൂടിയോ? ഇത്രയും കാലം ഞാൻ ചെയ്ത കഠിന തപസ്സിനൊന്നും ഒരു വിലയുമില്ലേ?" നാരദൻ അവിടെ നിന്നും മാറി ഇന്നും ആനന്ദത്തോടെ നൃത്തം ചെയ്യുന്ന ആ യുവാവിന്റെ അടുത്തെത്തി. നാരദൻ അവനോട് പറഞ്ഞു, "നീ എന്നോടൊന്നും ചോദിച്ചിരുന്നില്ല. എങ്കിലും ഞാൻ ഭഗവാനോട് നിന്നെക്കുറിച്ചും ചോദിച്ചു. പക്ഷേ മറുപടി പറയാൻ എനിക്ക് പേടിയാകുന്നു. ആ വൃദ്ധന്റെ ദേഷ്യം കണ്ടിട്ട് എനിക്ക് മടി തോന്നുന്നു." യുവാവ് ഒന്നും മിണ്ടാതെ വീണ്ടും നൃത്തം ചെയ്തപ്പോൾ നാരദൻ പറഞ്ഞു, "നീ ഏതു മരച്ചുവട്ടിലാണോ നൃത്തം ചെയ്യുന്നത്, ആ മരത്തിൽ എത്ര ഇലകളുണ്ടോ അത്രയും ജന്മങ്ങൾ നീ ഇനിയും ജനിക്കേണ്ടിവരും എന്നാണ് ഭഗവാൻ പറഞ്ഞത്." ഇത് കേട്ടതും ആ ചെറുപ്പക്കാരൻ മുൻപത്തേക്കാൾ ആവേശത്തോടെ അതീവ സന്തോഷത്തോടെ നൃത്തം ചെയ്യാൻ തുടങ്ങി. അയാൾ പറഞ്ഞു, "അത്രയും പെട്ടെന്നോ? ഈ ലോകത്തിൽ എത്രയെത്ര മരങ്ങളുണ്ട്, കോടിക്കണക്കിന് ഇലകളുണ്ട്. അതിൽ ഈ ഒരു ചെറിയ മരത്തിലെ ഇലകളുടെ എണ്ണം മാത്രം ജന്മങ്ങളോ? ഇത്രയും കുറച്ചു ജന്മങ്ങൾ കൊണ്ട് എനിക്ക് ദൈവത്തെ കാണാമോ? ഞാൻ ധന്യനായി. അടുത്ത തവണ പോകുമ്പോൾ ഭഗവാനോട് എന്റെ നന്ദി അറിയിക്കണം." ആ നർത്തകന്റെ നിഷ്കളങ്കമായ ആ ഭക്തിയും പരിപൂർണമായ സമർപ്പണവും കണ്ട ആ തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ അയാൾക്ക് മോക്ഷം ലഭിച്ചു. അയാൾ ദൈവത്തിൽ ലയിച്ചു ചേർന്നു. ദാറ്റ് വെരി മോമെന്റ് ഹി ബിക്കെയിം ലിബറേറ്റഡ്. ഗുണപാഠം: ദൈവത്തിൽ അല്ലെങ്കിൽ പ്രകൃതിയിൽ പൂർണ്ണമായ വിശ്വാസവും സമർപ്പണവുമുണ്ടെങ്കിൽ മോക്ഷത്തിലേക്ക് കാലതാമസം ആവശ്യമില്ല. എന്നാൽ മനസ്സിൽ അവിശ്വാസവും കണക്കുകൂട്ടലുകളും ദേഷ്യവുമാണെങ്കിൽ എത്ര ജന്മങ്ങൾ തപസ്സു ചെയ്താലും ലക്ഷ്യസ്ഥാനത്തെത്തിച്ചേരാൻ കഴിയില്ല. ഫലം പ്രതീക്ഷിക്കാതെ, ഭാവിയെക്കുറിച്ച് ആകുലപ്പെടാതെ ഈ നിമിഷത്തെ സന്തോഷത്തോടെ ദൈവത്തിന് സമർപ്പിക്കുന്നതിലാണ് ജീവിതത്തിന്റെ യഥാർത്ഥ വിജയം.